ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിനായി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഈ മാസം 29-ന് 142 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 4-നാണ് കേരളം, അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ജഗദ്ദാലിലെ ജിലേബി മഠിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ബെഹാല താനയിലും ഹൂഗ്ലിയിലെ ചന്ദനഗർ ബാഗ് ബസാറിലും റോഡ് ഷോകൾ നടത്തും. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ പൊതുജന സമ്പർക്ക പരിപാടി നടത്തും. തൃണമൂൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി റാണഘട്ട്, ഹൂഗ്ലി, അരാംബാഗ്, മഹേഷ്തല എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വേനൽക്കാല വസതിയായ ഷിംലയിലെ രാഷ്ട്രപതി നിവാസിലാകും ശ്രീമതി മുർമു തങ്ങുക. ബുധനാഴ്ച ഷിംല ലോക്ഭവനിൽ ഹിമാചൽ പ്രദേശ് ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വ്യാഴാഴ്ച രാഷ്ട്രപതി അടൽ തുരങ്കം സന്ദർശിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിവസം രാഷ്ട്രപതി ഷിംലയിലെ ആർമി ട്രെയിനിംഗ് കമാൻഡിലും സന്ദർശനം നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിശാഖപട്ടണത്ത് ആന്ധ്ര സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സിക്കിം, ഉത്തർപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സിക്കിമിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഉത്തർപ്രദേശിൽ എത്തും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്നലെ ഇസ്ലാമാബാദിൽ തിരിച്ചെത്തി. നേരത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയതിന് തൊട്ടുപിന്നാലെ ഇറാന്റെ നിസ്സഹകരണം കാരണം ദൌത്യം റദ്ദാക്കിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. US പ്രസിഡന്റ് നയതന്ത്ര ചർച്ചകളെ ഗൌരവത്തോടെയാണോ സമീപിക്കുന്നത് എന്ന് വ്യക്തമല്ലെന്ന് അരാഗ്ചി പ്രതികരിച്ചു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $5 ബില്യൺ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ഇന്നലെ ന്യൂസിലാൻഡ് വ്യവസായ മന്ത്രിയുമായി ചേർന്ന് നടത്തിയ താജ്മഹൽ സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വകാര്യ ആപ്പിലൂടെ സാമ്പത്തിക നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ശരിയായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, വിദർഭ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, മാഹി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ചൂട് കാലാവസ്ഥ തുടരും. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് വിവിധ ജില്ലകളിൽ വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിലെ ഗൃഹപ്രവേശന ചടങ്ങ് ഇന്ന് നടന്നു. ആദ്യഘട്ടത്തിൽ 1060 ചതുരശ്ര അടി വിസ്തീർണമുള്ള 51 വീടുകളാണ് പൂർത്തിയാക്കിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു. നോർക്ക റൂട്ട്സിന്റെ എറണാകുളം സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ ഈ മാസം 30 വരെ അറ്റസ്റ്റേഷൻ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. സാങ്കേതിക കാരണങ്ങളാലാണ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചത്. 2 മണിക്കൂറിൽ താഴെ ദൈർഘ്യത്തിൽ മാരത്തൺ ഓട്ട മത്സരം പൂർത്തിയാക്കുന്ന ആദ്യ അത്ലറ്റായി കെനിയൻ താരം സെബാസ്റ്റ്യൻ സാവെ. 2023-ൽ കെൽവിൻ കിപ്റ്റം സ്വന്തമാക്കിയ 2 മണിക്കൂർ 35 സെക്കൻഡ് എന്ന മുൻ റെക്കോർഡാണ് സാവെ തിരുത്തിയത്. 31-കാരനായ സെബാസ്റ്റ്യൻ സാവെ 1 മണിക്കൂർ 59 മിനിറ്റ് 30 സെക്കൻഡിലാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസും വിജയിച്ചു. ജനവാസ മേഖലകളിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത തുടർന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. പാമ്പുകടി ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങൾ ആശുപത്രികളിൽ ഉറപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. കനിവ് 108-ലൂടെ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ആരോഗ്യവകുപ്പ് ലഭ്യമാക്കുന്നുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.